അവിടെ ഈ കടയുടെ കാര്യമല്ലേ പറഞ്ഞേ? അതേടാ ഈ കടയുടെ കാര്യം പറഞ്ഞേ. ഇത് കൊള്ളാം കേട്ടോ. ഞാൻ ഇതുവരെ ഈ കട ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞ. എല്ലാം കിടക്കാൻ സാധനം കേട്ടോ. ഇത് നോക്കിക്കോടാ. കണ്ടുപിടിച്ചോട്ടോ, ഇത് കൊള്ളാം. നമ്മൾ ഇത് തന്നെയാ നോക്കി എടുത്തോണ്ടിരുന്നത്. ഇവിടെ മേലേക്ക് തിരക്കിട്ട് വരാം. എടാ ഇങ്ങോട്ടൊന്ന് വന്നേ. നമ്മുടെ ചെടിച്ചട്ടി വാങ്ങിയാൽ ഞാൻ പറയില്ല, അടുത്ത വർഷം തുടങ്ങുമ്പോഴേ എല്ലാം വൃത്തിയാക്കണ്ടേ. അപ്പം സ്കൂളിന്റെ അവധി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം റെഡിയാണ്. അച്ഛൻ എന്തിനാ കറുത്ത ചട്ടിയും പിടിച്ചോണ്ടിരിക്കുന്നേ? ഇത്രയും ചുമന്ന ചട്ടികൾ ഇവിടെ ഉണ്ടായിട്ട്? അതൊരു വലിയ ചോദ്യമാണ്. എന്തിനാണ് കറുത്ത ചട്ടി? കറുത്ത ചട്ടിയും ചുമന്ന ചട്ടിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് ഈ കറുത്ത ചട്ടി എന്ന് പറയുന്നത് ഉമിയിൽ ഇട്ട് ചൂടാക്കിയതെന്നാണ് ഇവിടുത്തെ ചേട്ടനോട് പറഞ്ഞത്. അപ്പൊ ഇത് കൂടുതൽ ഉമിയിൽ ഇട്ട് ചൂടാക്കിയത് കൊണ്ട് തന്നെ ഇതിന് കുറെ കൂടെ സൗകര്യമുണ്ട്, നമുക്ക് ഉപയോഗിക്കാം, നേരിട്ട് ഉപയോഗിക്കാം. ഈ ചുമന്ന ചട്ടി എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വേണം കൂടുതൽ ഇത് ഉലയിലിട്ട് അല്ലെങ്കിൽ കൂടുതൽ തീയിലിട്ട് അത് കുറെ കൂടെ മെച്ചമാക്കാനായിട്ടുള്ളത്. അല്ല ചാ, ഈ ചുമന്ന ചട്ടി ആയാലും കറുത്ത ചട്ടി ആയാലും ഈ കാലത്ത് വലിയ രീതിയിൽ ഉപയോഗിക്കുമോ? നമുക്ക് നല്ല വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. നല്ല ഓപ്ഷൻസ് ഉണ്ട്. ഇതാണെങ്കിൽ അവിടെ പൊട്ടിയടിക്കുന്നു, കുറച്ച് കറുത്തിരിക്കുന്നു, കുറച്ച് ചുമന്നിരിക്കുന്നു. ഇതിന്റെ ഗുണം എന്തുവാ? ഇതൊക്കെ പൊട്ടിപ്പോവും. ഇത് പൊട്ടിപ്പോവും. അതെ, നമ്മുടെ ലൈഫ് പലപ്പോഴും ഇങ്ങനെയാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതകളുണ്ട്. നിങ്ങളിപ്പോ ഒരുമിച്ച് വന്നത് ചെടിച്ചട്ടി എടുക്കണം അല്ലേ? നിങ്ങൾക്ക് അതാണ് ആവശ്യം. എനിക്ക് ആവശ്യം ഈ മീൻചട്ടിയാണ് അല്ലേ? അപ്പോൾ എന്നാൽ ഒരു കാര്യം, ഇതിനകത്തൊരു കോമൺ ആയ ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ പലതാണ്, പക്ഷേ ഈ ആവശ്യങ്ങൾ പലതും രൂപപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? എന്തിലാണ്? ഒറ്റ മണ്ണിൽ നിന്നാണ് അല്ലേ? എന്നാൽ ഇതിന്റെ എല്ലാം ദൗത്യവും വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് മീൻ ചട്ടിയുണ്ട്. ഇത് ചേട്ടൻ പറഞ്ഞത് മീൻ വറക്കാനുള്ള ചട്ടിയായിട്ട്, പഴയ കാലത്ത് മീൻ വറക്കാനായിട്ട് ചട്ടിയാണ്. അതുകൂടാതെ ഇറച്ചിച്ചട്ടിയുണ്ട്, മൺകലം. അതായത് അത് അരി വറക്കാൻ, അരി നമുക്ക് വേവിക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഒരു മണ്ണിൽ നിന്നും പല ദൗത്യമായി അല്ലെങ്കിൽ പല ഉദ്ദേശത്തിലാണിത് രൂപപ്പെട്ടിരിക്കുന്നത്. ദൈവം മനുഷ്യനെ ഭൂമിയിൽ ഒരു മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയതാണ്. അതിൻ്റെ രൂപത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ? അതിൻ്റെ സൗന്ദര്യത്തിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശവും വ്യത്യാസമാണ്. അതുകൊണ്ട് എന്നാൽ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം തീയിൽ ഉലയിട്ടതാണ് അല്ലെങ്കിൽ തീയിൽ കുരുത്തതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കഠിനമായ ശോധനയിലൂടെയാണ് വന്നത്. എന്നാൽ ഇത് ദൈവത്തിൻ്റെ കയ്യിലൂടെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഒരു കുശവൻ്റെ കയ്യിലാണ് ഇത് രൂപപ്പെട്ടിരിക്കേണ്ടത്. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് നമുക്കുള്ള ജീവിതത്തെക്കുറിച്ച് പങ്കുവയ്ക്കാൻ ഇങ്ങനെയാണ്: ദൈവം നമ്മളെ മെനഞ്ഞതാണ് അവൻ്റെ ഇഷ്ടപ്രകാരം. അപ്പോൾ എന്നാൽ നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം വേറെയാണ്. എൻ്റെ മകനാണിത്, അവനെക്കുറിച്ചുള്ള ഉദ്ദേശം വേറെയാണ്, എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം ദൈവത്തിന് വേറെയാണ്. ഈ നമ്മൾ 4 പേർക്ക് ഓരോ ഉദ്ദേശമാണ്. ടിനുവിനെക്കുറിച്ചും ജോയെക്കുറിച്ചും സാംസണെക്കുറിച്ചൊക്കെ ഉള്ള, ഷൈനുവിനെക്കുറിച്ചൊക്കെ ഉള്ള ദൈവോദ്ദേശം വ്യത്യസ്തമാണ്. എന്നാൽ നമ്മളെല്ലാം ഒരുമിച്ച് നിറവിന് വേണ്ടിയുള്ളവരാ അല്ലേ? അതായത് ഇത് കണ്ണിന് കുളിർമ നൽകുന്നു. ഇത് പിന്നെ മീൻ ചട്ടിയാവുമ്പോൾ ഇത് ആളുകൾക്ക് രുചി പകരുന്നു. ചൂടും തീയും പുകയെല്ലാം ഏറ്റാലും നല്ല നിറവ് നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ഈ മൺകലത്തിൽ കണ്ടത് എന്താണ്? അത് ആളുകളുടെ ഭക്ഷണമായി, അവരുടെ അന്നമായി മാറുകയാണ്. വെളിയിൽ നിങ്ങൾ കൂജ കണ്ടു കാണും, അത് ദാഹിച്ച് വരുന്ന ഒരാൾക്ക് തണുത്ത വെള്ളം നൽകുന്നു. എന്നാൽ ഇതെല്ലാം വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തതകളിലാണ് ദൈവിക സൗന്ദര്യം ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സമർപ്പണത്തോടുകൂടി പാടാനായിട്ട് സാധിക്കണം. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ.